വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ 2 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃസമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. വളരെ ആത്മവിശ്വാസത്തോടുകൂടി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനുള്ള ഒരുക്കങ്ങൾ എന്ന രീതിയിലാണ് ഈ സമ്മേളനം നടത്തിയത്. ഏതാണ്ട് 150ഓളം മുൻനിര നേതാക്കന്മാർ 2 ദിവസം തുടർച്ചയായി വളരെ ഗൗരവതരമായിട്ടുള്ള ആസൂത്രണത്തിലും പരിപാടികളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യ സമിതി, ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ, എംപിമാർ, MLA-മാർ തുടങ്ങിയ മുഴുവൻ ആളുകളും വളരെയേറെ അച്ചടക്കത്തോടുകൂടി ഈ 2 ദിവസം വയനാട്ടിൽ താമസിച്ചാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ പരിപാടികൾ മുഴുവൻ നിശ്ചയിച്ചതും ആസൂത്രണം ചെയ്തതും. അതിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ കോൺഗ്രസിന്റെ തികഞ്ഞ ആത്മവിശ്വാസമാണ് പുറത്ത് കാണിക്കുന്നത്. വളരെ അച്ചടക്കത്തോടുകൂടി തന്നെ യാതൊരു അപശബ്ദവുമില്ലാതെ 2 ദിവസം സമ്മേളനം നടന്നു എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വാർത്ത തന്നെയാണ്. കാരണം പലപ്പോഴും പരസ്പരം ചെളി വാരി എറിയുന്നതിനും ആരോപിക്കുന്നതിനും ഗ്രൂപ്പ് കളി നടത്തുന്നതിനും ഒട്ടും മോശക്കാരായിരുന്നില്ല കേരളത്തിലെ കോൺഗ്രസുകാർ കഴിഞ്ഞ കുറെ വർഷങ്ങളായി. നേതാക്കന്മാരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം, എല്ലാവർക്കും ചില താക്കോൽ സ്ഥാനങ്ങളിൽ എത്തണം എന്നുള്ള താല്പര്യം, ചില സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള സ്ഥാനങ്ങൾ, ഇതൊക്കെ എക്കാലവും കോൺഗ്രസിന് ദോഷകരമായിരുന്ന വസ്തുതകളാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെയേറെ മാറ്റപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ഈ 2 ദിവസത്തെ സമ്മേളനത്തിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതായിട്ടുള്ള മേൽക്കൈ അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ വരാൻ പോകുന്ന 2026 ഈ വർഷം 3-4 മാസങ്ങൾക്കകം നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടാക്കണം എന്ന ഒരു പ്രതിജ്ഞ എല്ലാ ആളുകളും ഒരേ ശബ്ദത്തിൽ എടുത്തിരിക്കുന്നു. അതിന് പറ്റിയ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു പച്ചയായ പരമാർത്ഥമാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ ഈ കേരളത്തിന് ഉണ്ടാക്കിയതായിട്ടുള്ള തകരാറുകൾ, കുഴപ്പങ്ങൾ, ഭരണരംഗത്തെ കെടുകാര്യസ്ഥത, ഭരണവിരുദ്ധ വികാരം, അഴിമതി, പിൻവാതിൽ നിയമനം, ഈ തരത്തിലൊക്കെ ജനങ്ങളിൽ നിന്ന് അകന്നു പോയതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ തിരിച്ചടി. അവരുടെ കണക്കുകൂട്ടലുകൾക്കൊക്കെ അപ്പുറമായിട്ടുണ്ടായ തിരിച്ചടി അവർക്ക് ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ താത്വിക വിശകലനങ്ങളുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തോറ്റതല്ല, ഞങ്ങൾ തൽക്കാലം പിന്മാറി നിൽക്കുന്നതേ ഉള്ളൂ, ഞങ്ങൾ വർദ്ധിത വീര്യത്തോടുകൂടി വീണ്ടും തിരിച്ചു വരുമെന്നൊക്കെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനും മുഖ്യമന്ത്രിയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞു നടക്കുകയാണ്. തോറ്റു എന്ന് സമ്മതിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. അത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. തോറ്റാലും തോറ്റുവെന്ന് സമ്മതിക്കുക എന്ന് പറയുന്നത് CPM-ന് ആലോചിക്കാൻ പോലും പറ്റില്ല. അവരെ ചില ആളുകളെ ഇറക്കി ചില ക്യാപ്സ്യൂളുകളൊക്കെ കൊടുത്ത് എല്ലാ തോൽവിയെയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് CPM അവരുടെ പതിവ് രീതി ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ജനങ്ങൾ നന്നായി ഒരു തിരിച്ചടി കൊടുത്തിരിക്കുന്നു എന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വളരെ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില തെക്കൻ ജില്ലകളിലൊക്കെ ഒരിക്കലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബാലികേറ മലയായിരുന്ന കൊല്ലം ജില്ല പോലുള്ള ജില്ലയിൽ പോലും അതിശക്തമായിട്ടുള്ള തേരോട്ടമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. ആകെയുള്ള 14 ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനങ്ങളിൽ കൃത്യമായി 7 സ്ഥാനങ്ങൾ UDF കയ്യിലൊതുക്കി. അതുപോലെ തന്നെ വളരെയേറെ ആകർഷകരമായിട്ടുള്ള 6 കോർപ്പറേഷൻ മേയർ സ്ഥാനങ്ങളിൽ 4 എണ്ണവും UDF കൈയടക്കി എന്നുള്ളതൊക്കെ ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആത്മവിശ്വാസം നൽകുന്ന വസ്തുതകളാണ് എന്ന് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഒരിക്കലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത കൊല്ലം കോർപ്പറേഷന്റെ മേയർ സ്ഥാനം പോലും കോൺഗ്രസിന് ലഭിച്ചു. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ പാർട്ടി ഗ്രാമങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കണ്ണൂർ ജില്ലയിൽ പോലും കോൺഗ്രസിന് മേധാവിത്വം ലഭിച്ചു.
ആകെ കൂടെ LDFന് കിട്ടിയ ഒരു മേയർ സ്ഥാനം എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷമില്ലാതെ കോഴിക്കോടാണ്. അവിടെ കേവല ഭൂരിപക്ഷമില്ലാതെ ഏറ്റവും വലിയ കക്ഷി എന്നുള്ള ഒറ്റ കാരണത്താൽ മാത്രമാണ് കോഴിക്കോട് അവർക്ക് മേയർ സ്ഥാനം കിട്ടിയത്. തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ അവർക്ക് നഷ്ടപ്പെട്ടു, രണ്ട് മുന്നണികൾക്ക് നഷ്ടപ്പെട്ടു. BJP ആണ് ഇവിടെ മേയർ സ്ഥാനം നേടിയെടുത്തത്. അതുപോലെ തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ, ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ എല്ലായിടത്തും എല്ലാ തലങ്ങളിലും UDF വലിയ നേട്ടമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത്. അത് ഈ LDFനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്നതാണ് പരമമായ സത്യം. ആ ഒരു ചരിത്ര അല്ലെങ്കിൽ രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഈ വയനാട്ടിലെ സമ്മേളനത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. അവിടെ നടന്നതായിട്ടുള്ള ആലോചനകളായൊക്കെ പുറത്തു വരുന്നത് അവർ ഏക മനസ്സോടുകൂടി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് കോൺഗ്രസിന് അകത്തുള്ള ഐക്യം കാത്തുസൂക്ഷിച്ച് അതോടൊപ്പം തന്നെ മുന്നണിയിലുള്ള മറ്റ് കക്ഷികളുമായി വ്യക്തമായ ധാരണകൾ ഉണ്ടാക്കി നല്ല ഒരു മനപ്പൊരുത്തത്തോടുകൂടി വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടണം. അതുകൊണ്ട് വേറൊരു തരത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി മാധ്യമങ്ങളെ കൊണ്ട് തലക്കെട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വ്യക്തികളായി ആരും പ്രവർത്തിക്കാൻ പാടില്ല. ഇതിനകത്തെ പ്രസ്ഥാനങ്ങൾ, യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ KSU, മഹിളാ കോൺഗ്രസ് തുടങ്ങിയതായിട്ടുള്ള പോഷക സംഘടനകളും സ്വയം നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരാൻ പാടില്ല എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ചില വ്യവസ്ഥകൾ എല്ലാവരും ഏകകണ്ഠമായി അംഗീകരിച്ചു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതൊരു വലിയ ഒരു ധാർമ്മിക ബലം നൽകുന്നതാണ്. സ്വാഭാവികമായി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ ഒരു സൃഷ്ടിപരമായിട്ടുള്ള ഒരു സമീപനം ഈ കാര്യത്തിൽ ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അവരും കേരളത്തിലെ ഘടകത്തെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള മലയാളിയായ ശ്രീ KC വേണുഗോപാൽ പൂർണ്ണ സമയം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹം അസന്നിഗ്ധമായ ഭാഷയിൽ ഈ ആഭ്യന്തരമായി ഒരു പടലപിടക്കങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസ്താവിക്കുകയുണ്ടായി. അതൊക്കെ ശുഭസൂചകങ്ങളാണ് എന്ന് തന്നെ വേണം കരുതാൻ. ഗ്രൂപ്പ് വഴക്കുകൾ ഒരു കാരണവശാലും കോൺഗ്രസിൽ ഇനി വെച്ചു പൊറപ്പിക്കുകയില്ല എന്ന് ഒരു കാലത്തൊക്കെ ഗ്രൂപ്പുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നവരുടെ മുന്നിൽ വെച്ച് തന്നെ ശ്രീ KC വേണുഗോപാൽ ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വളരെയേറെ ആത്മവിശ്വാസത്തോടുകൂടിയും പൊതുധാരണയോടുകൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു, സീനിയർ നേതാക്കന്മാരും അദ്ദേഹം ഉൾപ്പെടെയുള്ള മറ്റാളുകളും എല്ലാം ഏക മനസ്സോടുകൂടി പ്രവർത്തിച്ച് വൻപിച്ച മുന്നേറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും എന്ന് ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ഒരു സമയത്തൊക്കെ നിർജീവരായിരുന്നതായിട്ടുള്ള കീഴ്ഘടകങ്ങൾ പോലും ഇപ്പോൾ വളരെ സജീവമായി രംഗത്ത് വന്നിട്ടുള്ള ജില്ലാ ഭാരവാഹികളൊക്കെ ഇപ്പോൾ ഏക മനസ്സോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലം പാർട്ടിക്ക് ഉണ്ടാകുന്നുമുണ്ട്. അതുകൊണ്ട് ഈ വയനാട്ടിലെ ഈ 2 ദിവസം നടന്ന സമ്മേളനം ഒരു വിലയിരുത്തലിനുള്ള ഒരു വലിയ അവസരമായിരുന്നു. അവരുടെ പോരായ്മകൾ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നവർ ആത്മപരിശോധന, സ്വയം വിമർശനം നടത്തിയിട്ടുണ്ട്. അവിടുത്തെയുള്ള ഈ പോരായ്മകളൊക്കെ നികത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും വൻപിച്ച ഭൂരിപക്ഷം നേടി ഒരു പുതിയ മന്ത്രിസഭ ഈ വരുന്ന മെയ് മാസത്തിൽ കേരളത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക എന്ന പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ ഈ സമ്മേളനം വൻപിച്ച വിജയമായിരുന്നു എന്ന് തന്നെ പറയാം. ഒരു അഭിപ്രായ ഭിന്നതയും അവിടെ ഉണ്ടായില്ല. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സംഗതി KC വേണുഗോപാൽ പറഞ്ഞത്, സ്വയപ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ ഇപ്രാവശ്യം ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന മണ്ഡലം പ്രത്യേകം റിസർവ് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ സ്വയം പ്രസ്താവിച്ച് തലക്കെട്ടുകൾ കൊടുക്കാൻ ആരെയും അനുവദിക്കുകയില്ല എന്ന് വളരെ ശക്തമായ ഭാഷയിൽ ശ്രീ KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും ഒക്കെ സംശയാതീതമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വയപ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ വളരെ വ്യക്തമായി കഴിഞ്ഞു. പറഞ്ഞത് കീഴ്ഘടകങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട്, ജില്ലാ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട്, താഴെ തട്ടിലുള്ള ബൂത്ത് ലെവലിൽ പോലും പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട്
വിജയ സാധ്യതകൾ ഉള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ ഇപ്രാവശ്യം നിർത്തുകയുള്ളൂ. അതിനകത്ത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ പങ്കുവയ്ക്കലുകൾ ഉണ്ടാവുകയില്ല എന്നെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടും തീരുമാനമെടുത്തുകൊണ്ടും അതിനുള്ള ഒരു റോഡ് മാപ്പ് തയ്യാറാക്കിക്കൊണ്ടുമാണ് ഈ വയനാട്ടിലെ സമ്മേളനം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായി വളരെയേറെ കരുത്തു നൽകുന്നതാണ്. അണികളെല്ലാം സജീവമായിട്ടുണ്ട്. അവരെ സജീവമാക്കുന്നതിനുള്ള മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയും വൈകാതെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അവർ പുറത്തിറക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ 3/4 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്ന് തന്നെ വേണം കരുതാൻ. കാരണം മുൻകാലങ്ങളിൽ ഈ തരം വിഷയങ്ങളിൽ ഉണ്ടായ കാലവിളംബം പാർട്ടിക്ക് വല്ലാതെ ദോഷം ചെയ്തു എന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരേക്കാളും മുന്നിൽ കളത്തിലിറങ്ങത്തക്ക ഒരുക്കങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ശരീരഭാഷയിൽ നിന്നും അവരുടെ പ്രസ്താവനകളിൽ നിന്നും നേതാക്കളിൽ നിന്നും നമുക്ക് പൊതുസമൂഹം മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വളരെ നിർണായകമായ ഒരു സമ്മേളനമാണ് ഇപ്പോൾ വയനാട്ടിൽ 2 ദിവസമായി നടന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇത് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതിന്റെ വിശദമായ രൂപം താമസിയാതെ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.